എല്ലാവർക്കും നമസ്കാരം. ഞാൻ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 4 ചെറിയ സബോള അരിഞ്ഞ് അതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇട്ടിട്ട് ഞാൻ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ സവാളയൊക്കെ ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇറച്ചിയിൽ പറ്റി വെച്ചിട്ടുണ്ട്. മുളകും പൊടി, മല്ലിപ്പൊടിയും ചേർത്തു. അപ്പോൾ മുളകും പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തക്കാളി തൊലി കളഞ്ഞ് അതിൽ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ കൂടി അരച്ചെടുത്തത് ഇതിൽ ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ പൊടികൾ മൂത്ത് വന്നു. ഇനി ഞാൻ അരപ്പൊഴിക്കാം. 4 പഴുത്ത തക്കാളി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരച്ചത്, തക്കാളിയുടെ തൊലി കളഞ്ഞിട്ടാണ് അരച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ചെയ്ത് കൊടുക്കാം. കൂട്ട് വറ്റി വരുന്നുണ്ട്. തക്കാളി നമ്മൾ സോസ് ഒഴിച്ചിട്ടുണ്ട്. തക്കാളി അരച്ച് ഒഴിച്ചതുണ്ടല്ലോ, അത് വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ചിക്കൻ പരട്ടി വെച്ചത് നോക്കാം. ചിക്കൻ, തൈര്, പിന്നെ ചെറുനാരങ്ങ നീര്, ചിക്കൻ മസാല, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുരുമുളകും പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ട് പരട്ടി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അതാ നമുക്ക് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മസാലക്കൂട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഇറച്ചി ചേർക്കാം. 300 ഗ്രാം ഇറച്ചിയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ചിക്കൻ നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ അതിലത്തെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് നേരം ഇതേപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെറുതീയിൽ ഇട്ടിട്ട് വേവിക്കുക. ഒരു 20 മിനിറ്റ് നേരം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി എന്തായാലും നോക്കാം. ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ചെയ്തു. അങ്ങനെ നമ്മളുടെ എളുപ്പത്തിലൊരു ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.